കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം. വീണ്ടും നമുക്ക് തിരുവചന പഠനത്തിനായിട്ട് കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം. തിരുവെഴുത്തിലെ തിരുസഭ എന്നുള്ള ആ പഠന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അതിൻ്റെ മുഖവരയൊന്നോണം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനിടയായി. എന്നാൽ ഇന്ന് നമ്മളതിൻ്റെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള പഠനങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ പാഠത്തെ ഒന്നാം പാഠം എന്ന് തന്നെ ഞാൻ വിളിക്കുകയാണ്. ലെസൺ 1. ഈ ഒന്നാം പാഠത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ചർച്ചാവിഷയം അഥവാ പ്രമേയം എന്ന് പറയുന്നത് സഭയെക്കുറിച്ചുള്ള വിശുദ്ധ ബൈബിളിലെ പ്രഥമ പരാമർശമാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യമാണ് വിശുദ്ധ ബൈബിളിലെ സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം. ആ വാക്യം ഇങ്ങനെയാണ്: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സഭയെക്കുറിച്ചുള്ള സുവിശേഷങ്ങളിലെ പരാമർശങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ളതാണ്. ഈ 4 സുവിശേഷങ്ങളിൽ കൂടെ ആകെ 3 പ്രാവശ്യമേ സഭ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളൂ, കർത്താവ് സംസാരിച്ചിട്ടുള്ളൂ. 1 മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 2 മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. 17-ാം വാക്യത്തിൽ 2 പ്രാവശ്യം ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മത്തായി സുവിശേഷത്തിൽ 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതല്ലാതെ ബാക്കി 4 സുവിശേഷങ്ങൾ മൊത്തം പരിശോധിച്ചാൽ ഈ പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ സഭയെക്കുറിച്ച് കർത്താവായ യേശു പ്രസ്താവിച്ച പ്രസ്താവനയെ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ പഠനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ. സഭയെക്കുറിച്ച് മറ്റാര് പറഞ്ഞിരിക്കുന്നതിലും പ്രാധാന്യം യേശുവിൻ്റെ വാക്കുകൾക്കാണ്. കാരണം കർത്താവ് ഇങ്ങനെ പറഞ്ഞു: ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പ്രസ്താവിച്ച ആ സ്ഥിതിക്ക് കർത്താവിൻ്റേതാണ് സഭ, കർത്താവാണ് പണിയുന്നത്. അതുകൊണ്ട് ആ വാക്കുകളെ മുഖവിലേക്കെടുത്ത് നമുക്ക് വിശകലനം ചെയ്ത് പഠിച്ച് മുൻപോട്ട് പോകുവാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. കർത്താവ് ഈ പ്രസ്താവന പത്രോസിനോട് ചെയ്തതാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സഭയെക്കുറിച്ച് അവിടെ പ്രസ്താവിക്കുകയായിരുന്നു, അഥവാ
സഭയെക്കുറിച്ചുള്ള ചരിത്രത്തിലെ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തുകയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രഖ്യാപനം നടത്തുന്നത് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ചാണ്. മത്തായി സുവിശേഷം 16:13 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശുവും ശിഷ്യന്മാരും തമ്മിൽ നടത്തിയ ഒരു ചെറിയ സംവാദം, ഒരു ചർച്ച, അല്ലെങ്കിൽ ഒരു ചോദ്യോത്തരവേള എന്നൊക്കെ നമുക്ക് പറയാം. ആ സംഭാഷണ മധ്യേയാണ് ഈ സഭയെക്കുറിച്ചുള്ള ഈ പരാമർശം വന്നിട്ടുള്ളത്. നമ്മുടെ സഭയെക്കുറിച്ചുള്ള ഈ ചർച്ച പുരോഗമിക്കുന്നതിന് ആ പശ്ചാത്തലം നമ്മളൊന്ന് വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും, അതാവശ്യവുമാണ്. യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എങ്ങനെയാണ്? ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ഉടൻ തന്നെ ശിഷ്യന്മാരിൽ നിന്ന് മറുപടി വന്നു. ചിലർ പറയുന്നു നീ സ്നാപയോഹന്നാനാണ്, മറ്റു ചിലർ പറയുന്നു ഏലിയാവാണ്, വേറെ ചിലർക്ക് യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ ആണ് എന്നാണ് അഭിപ്രായം. യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു. നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? യേശുവിൻ്റെ നാവിൽ നിന്ന് ചോദ്യം വീഴേണ്ട താമസം ആ 12 പേരിൽ മുൻപനായി പത്രോസ് അതിന് മറുപടി കൊടുത്തു. അതിങ്ങനെയാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ ഉത്തരം കർത്താവിനെ ഒത്തിരി സന്തോഷിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അങ്ങനെ തന്നെയാണ്. കാരണം ഈ മറുപടി, ഈ ഉത്തരം പത്രോസിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്ന ഉടനെ കർത്താവ് പത്രോസിനെ ശ്ലാഘിച്ച് പ്രശംസിച്ച് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിപ്രകാരമാണ്: ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഒരു വലിയ അംഗീകാരം പത്രോസിന് നൽകുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവനെ കർത്താവ് ഒന്ന് പ്രശംസിച്ചു. കർത്താവിൻ്റെ വാക്കുകളിൽ എന്താണ് പ്രശംസനീയമായത് എന്ന് വ്യക്തമാണ്. അതിപ്രകാരമാണ്: ഞാൻ ആരാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ പിതാവായ ദൈവത്തിന് നിന്നോട് പ്രസാദം തോന്നി. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്. എങ്ങനെയാണ് സംസാരിച്ചത്? ബർയോനാ ശിമോനെ, ആ പ്രസ്താവനയുടെ അർത്ഥം യോഹന്നാൻ്റെ മകനായ ശിമോനെ, മനുഷ്യരിൽ മനുഷ്യനായവനെ, സാധാരണക്കാരിൽ സാധാരണക്കാരനായവനെ. കുറേ കൂടെ നമ്മളതിനെ ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്താൽ വെറും മണ്ണായവനെ, മൺമയനായവനെ എന്നൊക്കെയുള്ള ചിന്ത അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. നിനക്ക് ഞാനാരാണെന്നുള്ള വെളിപ്പാട് തരാൻ, അഥവാ എന്നെ നിനക്ക് വെളിപ്പെടുത്തി തരാൻ പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നി. ഇതൊരു വലിയ കാര്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യവും മറിഞ്ഞു കിടപ്പുണ്ട്.
ഒരാൾക്ക് യേശു ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ ആ വ്യക്തിക്ക് യേശുവിനെക്കുറിച്ച് പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം. പത്രോസിന് ആ വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാട് കിട്ടിയവരും യേശു ആരാണെന്നുള്ള ആ വലിയ വെളിപ്പാട് കിട്ടിയവരും ഇപ്പോഴാണ് പ്രസ്താവിക്കുന്നത്. കർത്താവ് ഇപ്പോഴാണ് ചോദിക്കുന്നത്. എന്നാൽ യേശുവുമായിട്ട് ശിഷ്യന്മാർക്കുള്ള ബന്ധത്തിൽ ഒരു കാര്യമേ നടന്നിട്ടുള്ളൂ. യേശു അവരെ വിളിച്ചു. ശിഷ്യന്മാർ ചിലർ മീൻപിടുത്തക്കാരായിരുന്നു. മറ്റ് പല പ്രവർത്തന മേഖലകളിൽ അവർ വ്യാപൃതരായിരുന്നു. കർത്താവ് അവരെ ഓരോരുത്തരെയും വിളിച്ചു. എന്നാൽ വിളിച്ചപ്പോഴൊന്നും ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഒരു വാക്കുപോലും യേശു അവരോട് പറഞ്ഞിട്ടില്ല. മറിച്ച് എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ വിളി കേട്ട് യേശുവിൻ്റെ പിന്നാലെ വന്ന ഈ ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൂടെ കിട്ടി എന്ന് ഇപ്പോൾ നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്വാഭാവികമായ ചോദ്യമുണ്ട്, ഇതെപ്പോഴായിരിക്കും ലഭിച്ചിരിക്കുന്നത്? നമുക്കിങ്ങനെ പറയേണ്ടി വരും, യേശുക്രിസ്തുവിൻ്റെ വിളി ലഭിച്ചതോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും കൂടെ അവരുടെ മേലുണ്ടായി. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 44 എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. അപ്പോൾ ഒരാൾക്ക് യേശുവിൻ്റെ പിന്നാലെ വരണമെങ്കിൽ യേശുവിൻ്റെ വിളിയും പിതാവായ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഇത് രണ്ടും കൂടെ ഒത്തുചേരുമ്പോഴാണ് ഒരാൾക്ക് യേശുവിൻ്റെ പിന്നാലെ വരാനായിട്ട് കഴിഞ്ഞത്. ശിഷ്യന്മാർക്ക് ഈ ശ്രേഷ്ഠമായ അനുഭവം ഉണ്ടായി. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശിഷ്യന്മാർക്ക് മാത്രമല്ല, അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ആ വെളിപ്പാടുണ്ടായി. പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെടുകയും ആ ആകർഷണത്തിൻ്റെ ഫലമായി പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുകയും യേശുക്രിസ്തുവിൻ്റെ വിളി ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് നമുക്ക് അവൻ്റെ പിന്നാലെ വരുവാനിടയായി തീർന്നു. വളരെ ഭാഗ്യകരമായൊരു കാര്യമാണ്. നാം ദൈവത്തെ എപ്പോഴെങ്കിലും സ്തുതിക്കുമെങ്കിൽ, ആരാധിക്കുമെങ്കിൽ അതിന് ഉപോത്ബലകമായിരിക്കുന്ന ഘടകങ്ങളിൽ സുപ്രധാനമായിരിക്കുന്നത് ഇതായിരിക്കണം: പിതാവേ, അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് ലഭിച്ചതുകൊണ്ട്, അവിടുന്ന് തന്നതുകൊണ്ട് ഞാനിപ്പോൾ യേശുവിൻ്റെ വിളി കേട്ട് അവിടുത്തെ പിന്നാലെ യാത്ര ചെയ്യാവുന്നു. ആ യേശുവിനെ ഞാൻ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മുഖാന്തരമായ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു, പുകഴ്ത്തുന്നു എന്നൊക്കെ പറയാൻ തിരിച്ചറിവോടെ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. നാം ഈ പശ്ചാത്തലം പഠിക്കുമ്പോൾ യേശു ആരാണെന്നുള്ള വെളിപ്പാട് പ്രഖ്യാപിച്ച ആ പശ്ചാത്തലത്തിലാണ് യേശു ശിഷ്യന്മാരോട് മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം നടത്തുന്നത്. അത് മറ്റൊന്നുമല്ല, സഭയെക്കുറിച്ചുള്ളതാണ്. യേശു ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉടനെ പത്രോസിനെ ശ്ലാഘിച്ചിട്ട് യേശു അടുത്തു പറയുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നാണ്. അപ്പോൾ ഈ പശ്ചാത്തലം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് ലഭിച്ച ആ ശിഷ്യ സമൂഹത്തോടാണ് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് കർത്താവ് പങ്കുവയ്ക്കുന്നത്. ഇത് തമ്മിൽ ബന്ധമുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു,
യേശു ഉടനെ മറുപടി, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ദൈവപുത്രൻ ആരാണെന്ന്, അഥവാ യേശു ക്രിസ്തു ആരാണെന്നുള്ള വ്യക്തമായ വെളിപ്പാട് ലഭിച്ച ഇടത്താണ് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവം പങ്കുവയ്ക്കുന്നത്. എന്ന് മാത്രമല്ല, നാം തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകിയതിന് ശേഷം അടുത്ത കർത്താവ് ചെയ്യുന്ന മറ്റൊരു ഗൗരവമായൊരു വെളിപ്പാടിൻ്റെ പങ്കുവയ്ക്കലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെ വായിക്കുന്നു, അന്നു മുതൽ യേശു ശിഷ്യന്മാരോട് പങ്കുവച്ചത്, മനുഷ്യപുത്രൻ യെരുശലേമിൽ ചെന്ന് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പോൾ നോക്ക്, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ശിഷ്യന്മാർ പങ്കുവച്ചപ്പോൾ, ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ച് പത്രോസ് പങ്കുവച്ചപ്പോൾ, അതിനിടയിൽ പറയട്ടെ, ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ആ വെളിപ്പാട് കിട്ടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 68-69 വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ആ വെളിപ്പാട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പത്രോസും മുമ്പിനായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ യേശുവിനെക്കുറിച്ച് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തോട് ചേർന്ന് യേശു സഭയെക്കുറിച്ച് പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ കാണുന്നത് അതിൻ്റെ 21-ാം വാക്യത്തിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ്. കൊല്ലപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതാണ് എന്ന് പറയുക. അപ്പോൾ ശിഷ്യന്മാരവിടെ അതുവരെ മനസ്സിലാക്കാതിരുന്ന കുറേ വെളിപ്പാടുകൾ, കുറേ ആത്മികമായ സത്യങ്ങളുടെ പ്രകാശനങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്നുള്ള ഒരൊറ്റ പ്രഖ്യാപനമേ പത്രോസിൻ്റെയും ശിഷ്യന്മാരുടെ ഭാഗത്ത് നമ്മുടെ ഉണ്ടായുള്ളൂ. പക്ഷേ അതിനോടനുബന്ധിച്ച് യേശു സഭയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു, ക്രൂശ് മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും പറയുന്നു. വീണ്ടും താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്നു. വീണ്ടും നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒരു മനുഷ്യാത്മാവിൻ്റെ വില എത്രയാണെന്ന് അതും ലോകത്തിലാദ്യമായി പ്രസ്താവിച്ച നമ്മുടെ കർത്താവായ യേശുവാണ് അത് പ്രസ്താവിച്ചിരിക്കുന്നു. അവസാന ഭാഗത്തേക്ക്, അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 27-28 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത. അങ്ങനെ ഈ 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒരളവിൽ വെളിപ്പാടുകളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. വേദപുസ്തക പഠിതാക്കളായ എൻ്റെ പ്രേക്ഷകർ നിശ്ചയമായും ഈ ഭാഗം മനസ്സിരുത്തി ഒന്ന് വായിച്ച് പഠിക്കാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് വരുന്നു. 16-18 ഇങ്ങനെയാണ് പറയുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചു, വേദപുസ്തക ചരിത്രത്തിലെ, ലോകചരിത്രത്തിലെ സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രസ്താവനയാണിത്. ഇത് നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഈ പ്രസ്താവന നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രാധാന്യമാണുള്ളത്. അത് മനസ്സിലാക്കി ഗ്രഹിച്ചിട്ട് വേണം സഭയെക്കുറിച്ചുള്ള നമ്മുടെ തുടർ പഠനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ. ഈ വാക്യം നമ്മൾ ഒന്ന് വിശകലനം ചെയ്താൽ ഇതിൽ നിന്ന് തന്നെ ഒരു 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും സഭയെക്കുറിച്ച്.
ഇങ്ങനെയാണല്ലോ പ്രസ്താവിച്ചത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഒന്നാമത്തെ കണ്ടെത്തൽ, സഭ പണിയപ്പെടുന്നത് ഒരു പാറമേലാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഒന്നാമത്തെ കണ്ടെത്തൽ, സഭ പണിയപ്പെടുന്നത് പാറമേലാണ്, ഈ പാറമേൽ. 2, ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള പ്രസ്താവനയിൽ നാം മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ നിർമ്മാതാവ്, പണിക്കാരൻ, ബിൽഡർ യേശു ക്രിസ്തുവാണ്. ഞാൻ പണിയും. 3, എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ആ സഭ കർത്താവായ യേശുവിൻ്റേതാണ്. സഭയുടെ ഉടമസ്ഥാവകാശം യേശുവിനുള്ളതാണ്. 4, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പാതാള ശക്തികൾക്ക് ജയിക്കാനാവാത്ത, പാതാള ശക്തികൾക്ക് തോൽപ്പിക്കാനാവാത്ത, കീഴടക്കാനാവാത്ത, ജയിക്കുന്ന ജയാളിയായൊരു സഭയാണ് യേശു ക്രിസ്തുവിൻ്റെ സഭ. 4 കണ്ടെത്തലുകൾ ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. 1, സഭ ഒരു പാറമേലാണ് പണിയപ്പെടുന്നത്. പണിയുന്നത് കർത്താവാണ്. സഭ കർത്താവിൻ്റേതാണ്. സഭ ജയിക്കുന്ന സഭയാണ്. ഈ 4 കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് എവിടെയാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തലാണ്. യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഈ പാറ ഏതാണ്? ആത്മീക മണ്ഡലത്തിൽ ക്രൈസ്തവ വേദചിന്തകളുടെ ഇടയിൽ വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഇന്നും നിലനിൽക്കുന്നതുമായ ഒരു പ്രസ്താവനയാണത്. അത് നമുക്കൊന്ന് ചുരുളഴിക്കാൻ തിരുവെഴുത്തിൻ്റെ സഹായത്തോടെ ശ്രമിക്കണം. ആ കണ്ടെത്തലിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടും അടുത്ത ക്ലാസ്സിൽ. ഇന്ന് ഈ 4 കണ്ടെത്തലുകൾ മാത്രം പങ്കുവച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. പാറമേൽ പണിയപ്പെട്ട സഭ, കർത്താവ് പണിയുന്ന സഭ, കർത്താവിൻ്റെ സഭ, ജയിക്കുന്ന സഭ. ഈ സഭയുടെ ഭാഗമാക്കി നമ്മൾ തീർത്തതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും ഈ പാറ എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ഏതാണ് ആ പാറ? അത് തിരുവെഴുത്തിൻ്റെ സഹായത്തോടെ വസ്തുനിഷ്ഠമായും സത്യസന്ധമായും നിഷ്പക്ഷമായും ആർക്കു വേണ്ടി ചായാതെയാണ് നമ്മൾ വേദപുസ്തക പഠനം ഇവിടെ നടത്തുന്നത്. തിരുവെഴുത്തെന്തു പറയുന്നു എന്ന് മാത്രമാണ് നമ്മുടെ ചർച്ച. അതിലേക്ക് ദൈവം നമ്മെ കൂട്ടിവരുത്തിട്ട് ഈ പഠനങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഇന്ന് അവിടുത്തെ സഭയെക്കുറിച്ചുള്ള അങ്ങയുടെ പ്രസ്താവന ഞങ്ങൾ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ലളിതമായി ഒന്ന് ചർച്ച ചെയ്തു. ആ തിരുവെഴുത്ത് ഞങ്ങളോട് പറയുന്നത് അവിടുത്തെ സഭ പണിയപ്പെടുന്നത് ഒരു പാറമേലാണ്, പറയപ്പെട്ടിരിക്കുന്നത് ഒരു പാറമേലാണ്. അതിൻ്റെ നിർമ്മാതാവ് അങ്ങ് തന്നെയാണ്. സഭ അങ്ങയുടേതാണ്. അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ സഭ പാതാള ശക്തികൾക്ക് കീഴടക്കാൻ പറ്റാത്തതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പ്രായോഗികമാക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയല്ലോ. പങ്കെടുത്ത എല്ലാവർക്കും നന്മ അനുഗ്രഹങ്ങൾ കൊടുത്താട്ടെ. അവിടുത്തെ മഹത്വത്തിനായിട്ട് സകലം ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.